ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബോണ്ടയുടെയും കൂടെ സൂപ്പർ ടേസ്റ്റിയായിട്ട് സൈഡായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയുടെയും റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ബോണ്ട തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം നമുക്കൊന്ന് ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ദോശമാവാണ്. 1.5 കപ്പ് അളവിലാണ് കേട്ടോ ദോശമാവ് എടുത്തിട്ടുള്ളത്. ഇച്ചിരി പുളിച്ചിട്ടുള്ള ദോശമാവാണ്. സാധാരണ നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പുളിക്കാൻ വേണ്ടി വെക്കില്ല രാത്രിയില്ല, അതുപോലെ പുളിച്ചെടുത്തിട്ടുള്ള ദോശമാവാണ്. അരിയും ഉഴുന്നും ചേർത്ത് അരച്ചിട്ടുള്ളതാണിത്. ആ ഒരു ദോശ ബാറ്റർ നമുക്ക് ഒരു ബൗളിലേക്ക് ചേർക്കാം. കൂടെ പിന്നെ ഇനി നമുക്ക് ഇതിനോടൊപ്പം വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ്. മീഡിയം സൈസ് സവാളയുടെ ഒരു പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. സവാളയുടെ അളവൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. കൂടുതൽ സവാള ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ അളവിൽ ചേർക്കാം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. ഒരു 2 പച്ചമുളക് ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചിയും കൂടിയാണ്. ഇഞ്ചിയുടെ പേസ്റ്റ് ഒന്നും ചേർക്കരുത്, ഇതുപോലെ അരിഞ്ഞ് തന്നെ ചേർത്തേക്കണം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി. കറിവേപ്പിലയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കടലമാവാണ്. 1/4 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ കടലപ്പൊടി എടുത്തിട്ടുള്ളത്, അത് ചേർക്കാം. ഈ കടലപ്പൊടിക്ക് പകരം നമുക്ക് പിന്നെ ചേർക്കാൻ പറ്റുന്നത് റവയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ റവ ചേർക്കാം കേട്ടോ. കടലമാവ് ഇല്ലെങ്കിൽ മാത്രം ആ ഒരു ഓപ്ഷനിൽ നമ്മൾ പോയാൽ മതിയാവും. ഇനി ഇതിനോടൊപ്പം ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നത്. ആദ്യം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു അല്പം വെള്ളം കൂടി എക്സ്ട്രാ ചേർക്കേണ്ടി വരും. പക്ഷേ ഇരുന്നാലും ഫസ്റ്റ് നമുക്ക് നല്ല രീതിക്ക് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ആദ്യം കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ എടുക്കുന്ന ദോശ ബാറ്ററിൽ എങ്ങാനും ഒരല്പം വെള്ളം കൂടിയേ പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഇപ്പോൾ തന്നെ വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അളവ് തെറ്റിപ്പോവും. അതിൻ്റെ പേരിലാണ് നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ട് മാത്രം ഒരല്പം വെള്ളം ചേർക്കാവുന്നതാണ്. ഇതുപോലെ ഇത്രയും തിക്കായിട്ട് നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടിപ്പോകരുത്. ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ മതിയാവും. വെള്ളം ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാവുന്നതാണ്. നമുക്ക് കയ്യിലേക്ക് ഒരു അല്പമായിട്ട് മാവെടുത്ത് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ബോണ്ട തയ്യാറാക്കി എടുക്കേണ്ടതാണ്. ആ ഒരു പരുവത്തിന് വേണം നമ്മൾ മാവ് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇത്രയും തിക്നെസ് മതിയാവും, കൂടുതൽ ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കട്ടിക്കാണ് കേട്ടോ ഞാനിപ്പോൾ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു താളിപ്പും കൂടി ചേർക്കാനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാവുന്നതാണ്. കൂടെ ഒരു 2 പിഞ്ചളവിൽ മാത്രം കായപ്പൊടിയും കൂടി. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നേരെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഇത് ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ഈ ബോണ്ട ഉടനെ തന്നെ പൊരിച്ചെടുക്കുന്നതിൻ്റെ പേരിൽ ഒരു പിഞ്ചളവിൽ മാത്രം ബേക്കിംഗ് സോഡയും കൂടി ചേർക്കാം. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഉടൻ തന്നെ നമുക്കിതൊന്ന് പൊരിക്കാവുന്നതാണ്. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നീട് ഫ്ലെയിം നല്ല രീതിക്കൊന്ന് കുറച്ച് വെക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് മാവ് ഒരു അല്പമായിട്ട് ചേർക്കാവുന്നതാണ്. ഒരു സൈഡൊന്ന് റെഡിയായി കിട്ടുമ്പോൾ തനിയെ ഇതൊന്ന് തിരിഞ്ഞ് വരും. നമ്മൾ ഇട്ട് കൊടുത്ത മാവെല്ലാം ഇതുപോലെ ഇങ്ങനെ ബോൾ പോലെ ഇങ്ങനെ ഉരുണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് മുരിച്ചെടുക്കാവുന്നതാണ്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, എങ്കിൽ പിന്നെ പുറം ഭാഗം കളർ മാറിയിട്ട് അകം വേഗാതെ കിട്ടും. അതിൻ്റെ പേരിൽ ചെറിയ രീതിയിലൊന്ന് ഫ്ലെയിം വെച്ച് നന്നായിട്ട് ഒന്ന് എല്ലാ സൈഡും മുരിഞ്ഞ് കിട്ടുന്നത് പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരല്പ സമയം കൊണ്ട് തന്നെ നമ്മുടെ ബോണ്ടയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്നൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി ഒരുപാട് സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഈ ബോണ്ടയ്ക്കൊപ്പം ചേരുന്ന നല്ലൊരു ചമ്മന്തി കൂടി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ സവാളയുടെ ചെറുതാണ് കേട്ടോ. ഇവിടെ സാമ്പാർ ഉള്ളി എന്നാണ് ഇത് പറയുന്നത്, ചെറിയ ഉള്ളിയല്ല. അപ്പോൾ ഇതിലൊരു 10 എടുത്തിട്ടുണ്ട്. വലിയ സവാളയാണ് ഉള്ളതെങ്കിൽ ഒരു 1.5 സവാള നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കൂടെ പിന്നെ ഇതിനോടൊപ്പം വേണ്ടത് വറ്റൽമുളകാണ്. 3 വറ്റൽമുളക് നല്ല തിളച്ച വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കശ്മീരി ചില്ലിയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ എരിവ് കുറവായിരിക്കും, നല്ലൊരു കളർ കൊടുക്കും. പിന്നെ നമുക്ക് വേണ്ടത് പുളിയാണ്. ചെറിയൊരു പീസ് അളവിൽ പുളിയും കൂടി, വാളംപുളിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി നമ്മുടെ ഈ ചട്നിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. കൂടെ ഒരല്പം മാത്രം വെള്ളം കൂടി, ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഒരു 2-3 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചട്നി. ഇനി നമുക്കിതൊരു ബോളിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മുടെ ചട്നിയെല്ലാം ഞാനിപ്പോൾ ഒരു ബോളിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്.
ഇനി ഈ ചട്നിയിലേക്ക് ഒരു താളിച്ചതും കൂടി ചേർക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി അതിലേക്ക് ഒരല്പം കടുകും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് അത് ചൂടോടുകൂടി തന്നെ നമ്മുടെ ചട്നിയിലേക്ക് ചേർക്കാവുന്നതാണ്. എന്നിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇതുപോലുള്ള സ്നാക്സിൻ്റെ കൂടെ മാത്രമല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും പെട്ടെന്ന് നമുക്ക് സൈഡായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ നമ്മൾ നല്ലൊരു ബോണ്ടയും ചട്നിയും തയ്യാറാക്കി എടുത്തില്ലേ, സൂപ്പർ ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. വൈകുന്നേരത്തെ ഒരു സ്നാക്കായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ബോണ്ടയും ചട്നി നമുക്ക് എടുക്കാവുന്നതാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലൊരു ബോണ്ടയും ചട്നി ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.